നമസ്കാരം. അങ്ങനെ നമ്മുടെ 13ാമത്തെ റിവ്യൂ യൂണിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ഇത് ഇന്ത്യയിൽ അവൈലബിൾ അല്ല എന്നാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഹൈഡിസിൻ്റെ ST2 Pro നെബുല എന്ന് പറയുന്ന ഒരു ഹൈഫൈ ഡാക്കോട് കൂടി വരുന്ന ഒരു ഹെഡ്ഫോണാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഓഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഒരു ഹെഡ്ഫോൺ നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാം. അല്ലാത്തൊരു അവസാനം വരെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പല ബ്രാൻഡായിട്ടുള്ള ബ്ലൂടൂത്ത് ഹെഡ്ഫോണുകൾക്ക് ഉപരി എന്തുകൊണ്ട് ഈ ഒരു ഹെഡ്ഫോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി ഇത് വയേർഡ് ആയിട്ടുള്ള ഒരു ഹെഡ്ഫോൺ ആയതുകൊണ്ട് തന്നെ ഇതിന് ബാറ്ററിയുടെ ആവശ്യമൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ചാർജ് തീർന്നു പോകും, ട്രാവൽ ചെയ്യുന്ന സമയത്ത് ചാർജ് തീർന്നു പോകും എന്നുള്ളൊരു ടെൻഷൻ നമുക്ക് വരുന്നില്ല. ഗെയിം കളിക്കുന്ന സമയത്ത് ലേറ്റൻസിയുടെ ഒരു ഇഷ്യൂ, അത് ലേറ്റായിട്ട് ഒരു ഡിലേ ഇതിനകത്തൊരു ഇഷ്യൂ വരുന്നില്ല, കാരണം വയേർഡ് ആയതുകൊണ്ട് തന്നെ. ഇനി പാട്ട് ഒരുപാട് കേൾക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളൊരു ഓഡിയോ ഫയലായിട്ട് ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ഇൻബിൽട്ടായിട്ട് ഡാക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഹൈ ക്വാളിറ്റി ഓഡിയോ ഫയലുകൾ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൽ പ്ലേ ചെയ്ത് നല്ല ഒരു ഓഡിയോ സ്ട്രീമിംഗ് എക്സ്പീരിയൻസ് ഇതിൽ നിന്ന് കിട്ടും. ഇൻബിൽട്ട് ആയിട്ടുള്ള മൈക്ക് എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി മൈക്കാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. നല്ല ക്വാളിറ്റി മൈക്കാണ്. അങ്ങനെ നോക്കുകയാണെങ്കിലും ഇത് ബെറ്റർ പെർഫോമൻസ് വരുന്നുണ്ട്. അങ്ങനെ ഓവറോൾ ST2 Pro എന്ന് പറയുന്ന ഈ ഒരു മോഡൽ ഹെഡ്ഫോൺ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ നമുക്ക് അതിൻ്റെ അൺബോക്സിങ് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ അൺബോക്സിങ് ചെയ്ത് നോക്കാം. വളരെ ക്യൂട്ടായിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു ബോക്സാണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. ഇതിൽ ആ ഒരു മഴവിൽ എഫക്റ്റൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട്. ഇത് ഇൻ ഇയർ ടൈപ്പ് മോണിറ്റേഴ്സാണ്, IEM ആണ് ഇവരതിന് മോഡൽ നെയിം വിളിക്കുന്നുള്ളത്. നമുക്ക് ഈ ഒരു ബോക്സിൽ തന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതല്ല, ഇതിൻ്റെ കൂടുതൽ സ്പെസിഫിക്കേഷൻ അറിയാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അതിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു അൺബോക്സിങ് എക്സ്പീരിയൻസ് ആണ് ഇത് അഴിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്. ഇതിൻ്റെ ബഡ്സ് സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്, ഡ്രൈവേഴ്സ് സെപ്പറേറ്റ് ആണ് വെച്ചിട്ടുള്ളത്. ഒരു പൗച്ച് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഹാർഡാണ് അത് ഓപ്പൺ ചെയ്യാനായിട്ട്. അതിനുള്ളിലായിട്ടാണ് ഇതിൻ്റെ വയറും അതുപോലെ തന്നെ ആ ഒരു ഡാക്കും വരുന്ന ഭാഗം വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബഡ്സ് സെപ്പറേറ്റ് ഉള്ള പല സൈസിലുള്ള സ്മോൾ, മീഡിയം, ലാർജ് സൈസിലുള്ള ബഡ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യം. പിന്നെ വാറണ്ടിയും അതുപോലെ തന്നെ QHൻ്റെ കാർഡും അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു Type-C to Type-A അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സിസ്റ്റമൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് Type-C ഔട്ട്പുട്ട് ഇല്ലാത്ത സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ലാപ്ടോപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. ബഡ്സ് വെച്ചിരിക്കുന്ന രീതി തന്നെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പം ഇതിൻ്റെ പ്രൈസ് ഇവിടെ വരുന്നത് ഏകദേശം $75 പ്രൈസ് വരുന്നത്. അത്യാവശ്യം കോസ്റ്റ്ലിയാണ്, പക്ഷേ അതിനനുസരിച്ചുള്ള പെർഫോമൻസ് ഇത് ഉണ്ടായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഇത് വാങ്ങണം അല്ലെങ്കിൽ ഇതാണ് ബെസ്റ്റ് എന്നല്ല, പക്ഷേ ഉള്ളതിൽ കൊള്ളാം, പെർഫോമൻസ് കൊള്ളാം എന്നാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം വയേർഡ് ഹെഡ്ഫോൺ ആയിട്ട് തന്നെ ഇത് സെപ്പറേറ്റ് ആയിട്ട് ബഡ്സ് ആയിട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കിട്ടിയ പ്രോഡക്റ്റിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ബ്ലാക്കും ഒരു നീലയും കൂടി വരുന്നൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് ചെവിയിൽ വെക്കുന്ന രീതി തന്നെ ഈ ഒരു ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന രീതിയിലാണ് ഇത് വെക്കുന്നത്. ഇതിൻ്റെ ഒരു കർവ് ആയിട്ട് വരുന്ന ഭാഗം നമ്മുടെ ചെവിയുടെ കർവായിട്ട് വരുന്ന ഭാഗത്ത് വരുന്ന രീതിയിലും, ഇതിൻ്റെ വയറിന് അവിടെ ഒരു പ്ലാസ്റ്റിക് കർവ് വരുന്നുണ്ട്, ഒരു കോട്ടിങ് പോലെ വരുന്നുണ്ട്. അത് നമ്മുടെ ചെവിയുടെ ചുറ്റുമായിട്ട് കർവ് ചെയ്ത് പോകുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന് എൻ്റെയർ ആയിട്ടൊരു ട്രാൻസ്പെയറൻറ്റ് ഡിസൈനാണ് അവർ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള സ്പീക്കേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഒരു 10 mm ഡുവൽ മാഗ്നറ്റ് സ്പീക്കേഴ്സാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് വരെ നോക്കുകയാണെങ്കിൽ ഏകദേശം 70 മില്ലി വാട്ട്സ് ആണ് ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതും 32 ohmsലാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് പവർ ഇത്രയും കമ്പനി അവകാശപ്പെടുന്നത്. ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഡിസൈൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തുള്ള കോമ്പണൻസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു വയറിൽ അവരൊരു ക്ലോത്തിൻ്റെ കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനൊരു എന്താ പറയുക, നമ്മൾ കെട്ടിപ്പണഞ്ഞ് പോകുന്ന ഒരു ഇഷ്യൂ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം ഒരു 2 ആഴ്ചത്തോളം ഞാനിത് യൂസ് ചെയ്ത് നോക്കി. അപ്പം ഞാൻ കോളേജിൽ പോകുമ്പോഴും വർക്കിന് പോകുമ്പോഴൊക്കെ ഞാനിത് യൂസ് ചെയ്തിട്ടാണ് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. 48 kHz 24 ബിറ്റ് ഡിജിറ്റൽ വോയിസ് ട്രാൻസ്മിഷനാണ് ഈ ഒരു ഇൻറ്റേർണൽ മൈക്രോഫോണിൽ കൂടി നടക്കുന്നത്. അത്യാവശ്യം നല്ല വോയിസ് ക്വാളിറ്റി ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ വോയിസ് ക്വാളിറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ST2 Pro നെബുല എന്ന് പറയുന്ന ഈ ഒരു ഡാക്കോട് കൂടി വരുന്ന ഹെഡ്ഫോണിൻ്റെ ഇൻറ്റേർണൽ മൈക്രോഫോണിൽ വരുന്ന ഓഡിയോ ക്വാളിറ്റിയാണ്, ആ ഒരു വോക്കൽ ക്വാളിറ്റിയാണ്. കുറച്ച് പമ്മിയിട്ടായിരിക്കും കേൾക്കുന്നത്, പക്ഷേ ഇതിൻ്റെ കോൾ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഒരു ക്വാളിറ്റി നല്ല രസമാണ്. തീർച്ചയായിട്ടും ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ മെയിൻ ഫീച്ചറിലേക്ക് തന്നെ വരാം, ഡാക്ക്. അപ്പോൾ ഹൈ ക്വാളിറ്റി ഡിജിറ്റൽ ഓഡിയോ ഫയലുകളെ അനലോഗ് സിഗ്നലുകളായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാക്കുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹെഡ്ഫോണിൽ തന്നെ ഡാക്ക് വരുന്ന സമയത്ത് നമുക്ക് ഹൈ ക്വാളിറ്റി ഓഡിയോ ഫയലുകളൊക്കെ നമുക്ക് നല്ല ക്വാളിറ്റി തന്നെ, അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കേൾക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ഒരു ഹെഡ്ഫോണിലേക്ക് വരുവാണെങ്കിൽ ഇതിൽ ഒരു ഡാക്ക് ചിപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കാണാൻ കഴിയുന്നത്.
ആ ഒരു ഭാഗം അവർ ട്രാൻസ്പെറൻ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കാണാനായിട്ട്. ES9218AC Pro എന്ന് പറയുന്ന ഡാക് ചിപ്പാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ട്രാൻസ്പെറൻറ്റ് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ഒരു LED വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് PCM അതുപോലെ തന്നെ DST ഫയലുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഏത് ടൈപ്പ് ഫയലാണ് പ്ലേ ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡിസൈനിൻ്റെ ഭാഗമായിട്ടും അവർ ആ ഒരു ട്രാൻസ്പെറൻസി, ആ ഒരു ബഡ്സിലുണ്ടായിരുന്ന ട്രാൻസ്പെറൻസി ഇവിടെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. റെഡ് കളർ വരികയാണെങ്കിൽ അത് PCM ഫയലുകളും, നീല കളറാണ് വരുന്നതെങ്കിൽ അത് നേറ്റീവ് DST ഫയലുകളാണ് പ്ലേ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. അപ്പം എനിക്കിതിനകത്ത് ഇവിടെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രമേ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു ഹെഡ്ഫോണിൻ്റെ ഓഡിയോ ക്വാളിറ്റി നമുക്ക് ഈ ഒരു വീഡിയോ കൂടെ കാണിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു നോർമൽ, അങ്ങനെ ഭയങ്കര ബ്രാൻഡഡ് ഒന്നും അല്ലാത്ത ഒരു ബ്ലൂടൂത്ത് ഓവർ ദ ഹെഡ് ടൈപ്പ് ഒരു ഹെഡ്ഫോണാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഒരു സാധാ ബ്രാൻഡഡ് ഒന്നും അല്ലാത്ത ഒരു Type-C കേബിളോട് കൂടി വരുന്ന ഒരു ഹെഡ്ഫോണാണ് എനിക്കുള്ളത്. അത് ബ്രാൻഡഡ് ഒന്നുമല്ല, പക്ഷേ അതിനകത്തൊരു ഡാക്കൊക്കെ വരുന്നുണ്ട്. ഏത് ചിപ്പാണെന്നും പറയുന്നില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോ വേറൊരു ലെവലിലേക്ക് എത്തിക്കുന്ന ഫീൽ എനിക്ക് കിട്ടി. ചിലപ്പോൾ ഇതിൻ്റെ അപ്പുറമുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഹെഡ്ഫോണുകൾ ഉണ്ടാകും. പക്ഷേ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ എനിക്കങ്ങനെ നെഗറ്റീവായിട്ടൊന്നും തോന്നിയില്ല. ആകെ നെഗറ്റീവായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ നമുക്കിത് ചെവിയിൽ വെക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ആദ്യം ഒന്ന് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ ബഡ്സ് ഒരു 2-pin അനലോഗ് കണക്ടർ വഴിയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതെനിക്ക് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നി. അതല്ലാതെ എനിക്ക് വേറെ ഒരു പ്രശ്നവും തോന്നിയില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ST2 Pro Nebula എന്ന് പറയുന്ന ഒരു കുഞ്ഞൻ ഹെഡ്ഫോണിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോ ആയി ഇനിയും കാണുന്നവരെ ഗുഡ് ബൈ.